ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു? ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇനി നമ്മൾ പതിവ് പോലെ ഒരു ചോറും അതിനുള്ള കുറച്ച് കോമ്പിനേഷൻ കറികളൊക്കെയാണ് കാണിക്കുന്നത്. നമ്മൾ ഇവിടെ ഒരു നാടൻ കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ വീട്ടിലുണ്ടായപ്പോൾ തന്നതാണ്. വലിയ കുമ്പളങ്ങയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കുമ്പളങ്ങ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് കുമ്പളങ്ങ വെച്ചിട്ടുള്ള പല പല പരീക്ഷണങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും തന്നെ ഞങ്ങള് വളരെ നാടൻ കറികളുടെ കാര്യമാണ് പറയണത്. നാട്ടിലൊക്കെ എപ്പോഴും തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു വിഭവമാണ് ചാള കുമ്പളങ്ങ കറി. അതുപോലെ തന്നെ ചിക്കൻ വറുത്തരച്ചിട്ട് കുമ്പളങ്ങ ഇട്ട് വെക്കുക, അതൊക്കെ. അപ്പൊ ചിക്കൻ വറുത്തരച്ചിട്ട് കുമ്പളങ്ങ ഇട്ട് വെക്കാൻ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണിക്കാം. പിന്നെ നമ്മൾ കാണിക്കുന്നത് ചാളയും അതുപോലെ തന്നെ ചാള അല്ലെങ്കിൽ മത്തി എന്നാണ് ചിലയിടങ്ങളിലേക്ക് പറയുന്നത്. ചാളയും കുമ്പളങ്ങയും ഇട്ടിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള നല്ല കിടുവായിട്ടുള്ള ഒരു കറിയാണ്. നല്ല ടേസ്റ്റാണ്. ഞാൻ പൊതുവേ ഒരു മത്തി ഫാനാണ്, അല്ലെങ്കിൽ ചാള ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പൊ ഇവിടെ കിട്ടുന്നത് ഫ്രോസൺ ആയിട്ടുള്ള ചാളയാണ്. അത്ര ഫ്രഷ് ഒന്നും അല്ല, എന്നാലും നമ്മൾക്ക് കൊതി വരുമ്പോ പിന്നെ എന്താ ചെയ്യാ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ചാള വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കി കാണിക്കുന്നത്. നാട്ടിലൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണല്ലോ മത്തിയും ചാളയൊക്കെ, അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ആണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ നാടൻ ചാളയും കുമ്പളങ്ങയും കറിയും വെച്ച് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. നല്ല കിടുവായിരുന്നു. അത് ചാള കുറച്ച് എന്താ നെയ്യുള്ള ചാളയാണെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പൊ അത് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ കൂടെ തോരനും ഒരു ചോറിനുള്ള ഒരു കോമ്പിനേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും ഞാൻ കേട്ടിരിക്കുന്നതും എല്ലാം, ഞാൻ ഇവിടെ വരുന്നത് കഴിക്കുന്നിടം വരെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഉണ്ണിയപ്പായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ അന്നാണ് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് അതിനകത്ത് ഏത്തപ്പഴമാണ് ചേർത്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ നാട്ടിലൊക്കെ കേട്ടിരിക്കുന്നത് നമ്മുടെ ചെറുപഴം അല്ലെങ്കിൽ പാളയംകുളം പഴം വെച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലേ ശരിയാവുള്ളൂ. ഇവിടെയാണെങ്കിൽ പാളയംകുളം പഴം കിട്ടാനില്ല. അപ്പോൾ പക്ഷെ അമ്മ നാട്ടിലും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ കഴിച്ചിഷ്ടപ്പെട്ടിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് റെസിപ്പി ചോദിച്ച് അവൾ എനിക്ക് പറഞ്ഞു തന്നിട്ട് ഞാനൊന്ന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഞാനിത് ആകെ 2 തവണ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത് 2ാമത്തെ തവണ ഉണ്ടാക്കിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളെ പോലെ പുറത്ത് പ്രവാസികളായി ജീവിക്കുന്നവർക്ക് ചെറുപഴം അല്ലെങ്കിൽ പാളയംകുളം പഴം ഒന്നും കിട്ടാൻ പാടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താ പറയാ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന വളരെ അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, വളരെ ഈസിയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കണം കേട്ടോ. അപ്പൊ അത് രണ്ടാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വിഭവങ്ങള്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് എന്റെ പേര് അറിയാത്തവരുണ്ടാവും. എന്റെ പേര് എൽവി. എന്റെ നാത്തൂനും ഞാനും സ്നേഹം കൂടിയിട്ടാണ് ഈ ചാനൽ കാണുന്നത്. മെയിനായിട്ട് കുക്കിങ്ങും പിന്നെ കുറച്ച് യാത്രാവിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഗമണ്ടൻ കുമ്പളങ്ങ. വളരെ വലുതായിരുന്നു. അപ്പൊ ഞാനതൊന്ന് അതിൻ്റെ ഒന്ന് വെയിറ്റ് നോക്കിയായിരുന്നു. അപ്പോൾ വെയിറ്റ് നോക്കിയപ്പോൾ ഒരു 11.5 കിലോയൊക്കെയാണ് കുമ്പളങ്ങ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് തന്നിട്ട് കുറേ ആയെങ്കിലും ഞങ്ങളിങ്ങനെ മുറിക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അപ്പം പറഞ്ഞത് മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കത് പെട്ടെന്ന് കേടായി പോകുമല്ലോ. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലല്ലേ ഫ്രീസറിലൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ ഇതേ മുറിച്ചിട്ട് ഞാൻ അതിൻ്റെ കുറച്ച് കുരുവൊക്കെ എടുത്ത് വെച്ചു. കാരണം നമുക്ക് അടുത്ത കൊല്ലമൊക്കെ എനിക്ക് നടാൻ പറ്റില്ല. കാരണം ഇവിടെ നമുക്ക് അങ്ങനെ പടർത്തി വിടാൻ പറ്റുന്ന ഒരു ഏരിയ ഒന്നും ഇല്ല. പക്ഷെ എന്താ പറയാ, ഞാൻ ചുമ്മാ എടുത്ത് വെച്ചു, ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിലും കൊടുക്കാലോ. അപ്പൊ പപ്പ അതെല്ലാം റെഡിയാക്കി തരുന്നുണ്ട്. പപ്പയാണ് കേട്ടോ അതെല്ലാം റെഡിയാക്കി തരുന്നത്. അപ്പൊ ഈ ചാള ഇവിടെ ആദ്യത്തെ വീഡിയോ മിസ്സായിപ്പോയി. ചാളേനകത്തേക്ക് അത് മമ്മി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഇട്ടിട്ട് അതുപോലെ ഉപ്പും ഇട്ടിട്ട് നല്ലോണം ഇവിടെ എന്താ പറയാ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. മമ്മിയുടെ മീൻകറിയൊക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് മമ്മി വെക്കുന്നത്, പക്ഷെ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ എണ്ണയിൽ വഴറ്റിയൊക്കെയാണ് ഞാൻ എപ്പോഴും മീൻകറി വെക്കാറുണ്ട്. പക്ഷെ മമ്മിയുടെ കൈപ്പണി കൊണ്ടായിരിക്കാം മമ്മിയുടെ മീൻകറിക്ക് സൂപ്പർ ടേസ്റ്റാണ്. മമ്മി വളരെ സിമ്പിളായിട്ട് വെച്ചാൽ പോലും. അപ്പൊ നമ്മൾ പുറത്താണ് ചട്ടിയിൽ വെക്കുന്നത്, ഉള്ളിൽ ചട്ടിയിൽ വെക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതിനകത്തേക്ക് ഇത് കുമ്പളങ്ങ ഇതുപോലെ ഇങ്ങനെ വീതിയിലുള്ള കഷ്ണങ്ങളായിട്ട് കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ മമ്മി പറഞ്ഞത് ചാള ഒന്ന് വെന്ത് 1/4 ഭാഗം വേവാകുമ്പോൾ മാത്രം നമുക്ക് കുമ്പളങ്ങ ചേർത്താൽ മതിയാവും. അപ്പോൾ അതേ നമ്മുടെ ചാള നന്നായിട്ട് വേവുന്നുണ്ട്. ഇതിനകത്തേക്ക് നമ്മളിപ്പോൾ പുളിയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. കാരണം പുളിയൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുമ്പളങ്ങയൊക്കെ വേവാൻ പാടായിരിക്കും. അപ്പോൾ മമ്മി അതൊന്ന് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്.
അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് കുമ്പളങ്ങയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. ഈ കുമ്പളങ്ങ വെന്ത് വരുമ്പോൾ നല്ലോണം ചുങ്ങിപ്പോവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒത്തിരി ചേർത്താലേ നമുക്ക് കുമ്പളങ്ങ കഷ്ണങ്ങൾ ഉണ്ടാവുള്ളൂ. ഇതിനകത്ത് കുമ്പളങ്ങ കഷ്ണങ്ങൾക്കായിരുന്നു വീട്ടിലെ ഏറ്റവും ഡിമാൻഡ്. കാരണം ഇതിനകത്ത് കിടക്കുന്ന കുമ്പളങ്ങ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പൊ നമുക്ക് തോന്നും അയ്യോ ഇത് ഒരുപാട് കുമ്പളങ്ങ ആയി പോയല്ലോ എന്ന്. പക്ഷെ അങ്ങനല്ല. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടായ വഴുതനങ്ങയാണ്. വീട്ടിൽ ഒരുപാട് വഴുതനങ്ങ ഉണ്ടായിട്ട് നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ വഴുതനങ്ങ ഉണ്ടായിരുന്നു. അപ്പൊ മമ്മി അത് മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെള്ളത്തിലിടുന്നുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കറ ഇതാവില്ലേ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് വെള്ളത്തിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കുമ്പളങ്ങയുടെ ഒരു ചുട്ടിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ കുമ്പളങ്ങ മെഴുക്കുവരട്ടിക്കൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ സവാള, അതുപോലെ തന്നെ പച്ചമുളക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞെടുത്തു. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് കടുക് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, അതുപോലെ തന്നെ പച്ചമുളകാണ് ഇപ്പൊ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കറിയിലേക്ക് ഇട്ടിരിക്കുന്ന പൊടികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എരിവുള്ളതും അതുപോലെ തന്നെ കാശ്മീരി മുളകും മിക്സ് ചെയ്തിട്ട് ചേർക്കാം. അപ്പൊ നമുക്ക് കുറച്ച് എരിവും ഉണ്ടാവും, കാശ്മീരി മുളകിന്റെ ഒരു കളറും കിട്ടും. അപ്പോൾ മമ്മി അത് ചേർത്തിരിക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, വളരെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി, അത്രയാണ് കേട്ടോ മുളക് പൊടികൾ ചേർത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സവാള, പച്ചമുളക് എല്ലാം ഇത് നമ്മുടെ മെഴുക്കുവരട്ടിക്കുള്ളതാണ്. അതെല്ലാം വഴണ്ട് വരാറായപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അതൊന്ന് മൂത്ത് കഴിയുമ്പോഴാണ് നമ്മൾ വഴുതനങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് കണ്ടോ, വഴുതനങ്ങ കഷ്ണങ്ങൾ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വഴുതനങ്ങയൊക്കെ ഒട്ടും വേവില്ലല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വെജിറ്റബിൾ ആണ് വഴുതനങ്ങ. പക്ഷെ ഇവിടെ എൻ്റെ ഇച്ചാന് ജിനുമിന് ഒട്ടും ഇഷ്ടമല്ല. ജിനുമിന് ഇഷ്ടമല്ലാത്ത പച്ചക്കറികളിലൊന്നും വഴുതനങ്ങ വെണ്ടയ്ക്കൊക്കെയാണ്. പണ്ടും എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് ഈ മെഴുക്ക് വരട്ടി. വഴുതനങ്ങയെ കൊണ്ടുള്ള എന്തും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മമ്മി ചുട്ടരച്ച് ചമ്മന്തി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് അരക്കിയല്ല, ചുട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതെ, നമ്മുടെ കുമ്പളങ്ങ ചാളക്കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെളുപ്പമല്ലേ. മമ്മിയുടെ മിക്ക മീൻകറികളും ഇങ്ങനെയാ. നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് അങ്ങനെ വഴറ്റിയിട്ടൊന്നല്ല ഉണ്ടാക്കും. മമ്മി കടുക് പിഴിഞ്ഞൊഴിക്കാറുണ്ട് കേട്ടോ. കടുക് പിഴിഞ്ഞല്ല, കടുക് പൊട്ടിച്ചൊഴിക്കാറുണ്ട്. ഇപ്പം നമ്മൾ പുളിവെള്ളം ഇപ്പോഴാണ് ചേർക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് കുടംപുളിയും അതുപോലെ തന്നെ കഷ്ണവും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും കൂടെ കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അത് കുമ്പളങ്ങ വെന്ത് ഏകദേശം 1/4 ഭാഗത്തിൽ കൂടുതൽ വേവായപ്പോഴാണ് നമ്മളതെല്ലാം പുളി ഒഴിക്കുന്നത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ അത് കല്ലിച്ച് പോകുന്ന മമ്മി പറഞ്ഞു. അതത്ര വെന്ത് കിട്ടില്ല. അപ്പം ഇത് പുളിയും ഇതൊക്കെ ആയിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ചാറൊന്ന് കുറുകി വരണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. നമ്മൾ ഇതുവരെ ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടില്ല. അപ്പോൾ അതേ നമ്മളിവിടെ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ കൂടുന്തോറും ടേസ്റ്റ് കൂടും. ഞങ്ങളൊരു 1/4 ടിന്നൊക്കെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. അത് മതിയായിരുന്നു. നല്ലോണം കുറുകി വന്നു അത്രേ ഒഴിച്ചപ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് പതിയെ തിള വരുമ്പോൾ നമുക്കത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വഴുതനങ്ങ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വഴുതനങ്ങ ചുങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ വഴുതനങ്ങ ചുട്ടരച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ല, അത് അരയ്ക്കൊന്നും വേണ്ട, വളരെ എളുപ്പമായത്. ഇതുപോലെ നമ്മൾ കോലി കുത്തിയിട്ട് വഴുതനങ്ങ ഒന്ന് ചുടുന്നുണ്ട്. നന്നായിട്ട് ചുട്ട് അതിൻ്റെ തൊലിയെല്ലാം പൊളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പം അത് ഇതുപോലെ ഇങ്ങനെ കോല കുത്തിയിട്ട് നന്നായിട്ട് ഇത് ഇതുപോലെ എല്ലാം ഇങ്ങനെ തൊലിയെല്ലാം പൊളിഞ്ഞു പോകുന്നിടം വരെ നമ്മൾ അങ്ങനെ ഇങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമ്മളത് അതിനെ വേവിക്കണം. അപ്പം അതൊന്ന് വെന്തും വരും. അപ്പം അതേ നമ്മുടെ വഴുതനങ്ങ, അത് വളരെ ചെറിയ വഴുതനങ്ങയായിരുന്നു കേട്ടോ. അതിലേക്ക് നമുക്ക് കാന്താരി മുളകും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കുറച്ച് കല്ലുപ്പും, ചെറിയ ഉള്ളി എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. പിന്നെ വളരെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളുടെ വഴുതനങ്ങ ഒന്ന് ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക മാഷ് ചെയ്തെടുക്കാം. അപ്പം നന്നായി മാഷ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതും കൂടെ ഒന്ന് അങ്ങ് മിക്സിയുടെ ജാറിലിട്ട് ചെറിയ ജാറിലിട്ടിട്ട് ഒന്നൊരു പൾസ് ചെയ്താലും മതിയാവും കേട്ടോ. ചിലപ്പോൾ ആ തൊലിയൊക്കെ ഒന്ന് ഇതാവാനായിട്ട് കുറച്ച് പാടുണ്ടായിരിക്കും. അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ അങ്ങനെ അങ്ങ് ചേർത്താൽ മതി. അപ്പം അതേ കണ്ടോ, നമ്മുടെ മിക്സിയുടെ ജാറിൽ നമ്മുടെ ഇത് ചെറിയുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഇവിടെ വെളിച്ചെണ്ണ നല്ല കട്ടിയായിട്ടായിരിക്കുന്നത്, അത് ഒന്ന് അലിയിപ്പിച്ചിട്ട് ഒഴിക്കായിരിക്കും നല്ലത്. പക്ഷെ ഇതിനകത്ത് ചൂടുണ്ടായിരുന്നു വഴുതനയ്ക്ക്, അതുകൊണ്ട് അതിനകത്തേക്ക് ചേർത്തപ്പോൾ തന്നെ അത് അലിഞ്ഞു. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മളുടെ തിളച്ചപ്പോൾ നമ്മുടെ കറി വാങ്ങി വെച്ചു, അതിനകത്തേക്ക് കടുക് താളിച്ചൊഴിച്ചു. കടുക് താളിക്കുന്നത് സാധാരണ ചെറിയുള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇട്ട് കടുക് താളിച്ചൊഴിച്ചു. ഇതെന്താണെന്നറിയോ,
ഇത് നമ്മുടെ ഏഷ്യൻ സ്റ്റോറിൽ നിന്ന് തവളക്കാല് കിട്ടിയതാണ്. പണ്ട് പപ്പയൊക്കെ ഊത്തിക്ക് പോയപ്പോൾ, ഞങ്ങളുടെ അവിടെയൊക്കെ ഊത്തിക്ക് പോകുന്ന പറയുന്നത് മഴവെള്ളമൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടുന്ന ഒരു സമയത്ത് നമ്മൾ ഊത്ത പിടിക്കാനായിട്ട് പോകും. അപ്പം അന്നേരം നമ്മൾക്ക് തവളേനൊക്കെ കിട്ടിയിട്ട് നമ്മൾ പൊരിച്ചു കഴിച്ചിട്ടുണ്ട്. അന്ന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ ഞാൻ കണ്ടിട്ട് നമ്മുടെ ഏഷ്യൻ സ്റ്റോറി കണ്ടപ്പോൾ തവളക്കാല് വാങ്ങിച്ചാണ്. വളരെ സിമ്പിളായിട്ട് പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ചേർത്തിട്ട്, കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്തിട്ടൊന്ന് വറുത്തെടുത്തതാണ്. പക്ഷെ ഞാൻ പറയട്ടെ, എനിക്കത് ഇത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരു ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയില്ല. നമ്മളുടെ പണ്ട് പപ്പയൊക്കെ ഊത്ത് പിടിക്കാൻ പോയിട്ട് വാങ്ങിച്ചുകൊണ്ടുവന്ന തവളയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ ഈ തവളയ്ക്ക് എന്തോ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് അത്ര വലിയ ഞാനതിന് ഫോക്കസ് കൊടുത്തില്ല. കാരണം അത് അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ കറികൾ. ഇത് മമ്മി തോരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ എന്ത് തോരനാ? പാവയ്ക്ക തോരൻ. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ കറികളൊക്കെ നമ്മളുടെ ഇങ്ങനെ ചെറിയ പിഞ്ഞാണിയില് അരികത്ത് വെച്ചിട്ട് കഴിക്കാനാണ് ഇഷ്ടം. നല്ല കുറുകിയ ചാറായി, നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് അതിനകത്ത് കുമ്പളങ്ങ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ചോറും കറികളൊക്കെ റെഡിയായി. നമ്മൾക്ക് ഇനി ഊണ് കഴിച്ചാലോ? അപ്പം അതേ നമ്മളുടെ ഈ കറികളും തോരനും മെഴുക്കുവരട്ടിയും എല്ലാം കൂട്ടിയിട്ട് ഊണ് കഴിക്കുകയാണ്. നമ്മളുടെ വഴുതനങ്ങ ചുട്ടരച്ച ചമ്മന്തി ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ വഴുതനങ്ങയൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ തവളക്കാല് അത്ര നന്നായില്ല. അതുകൊണ്ട് നിങ്ങളാരും വാങ്ങാനായിട്ട് ഞാൻ പറയുന്നില്ല. അത് എനിക്കും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഒരു ഫ്ലേവർ ഇല്ലാത്ത പോലെയോ എന്തോ അങ്ങനെയാണ് തോന്നിയത്. അപ്പം നമുക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ എനിക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു എണ്ണ പലഹാരം എന്ന് പറയാവുന്നത് നമ്മുടെ ഉണ്ണിയപ്പാണ്. അപ്പം അതിനകത്തേക്ക് കിടക്കാം. നമ്മളിവിടെ 1.5 ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. 2 കപ്പ് അരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ടായിരുന്നു. ശർക്കര പാനി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ശർക്കര പാനി റെഡിയാക്കി അരിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഓരോ ശർക്കരയുടെ മധുരത്തിനനുസരിച്ച് വ്യത്യാസമൊക്കെ വരാം. ഇതുപോലെ നമ്മളുടെ പഴം ഇതുപോലെ അരിഞ്ഞ് ചേർക്കുകയാണ് നല്ലത്. നമ്മൾ അരി അരച്ചെടുക്കുന്നത് ശർക്കര പാനിയിലാണ്, വെള്ളം ചേർത്തിട്ടല്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്താ പറയുക, അതിനകത്തേക്ക് പഴവും കൂടി ഇട്ടിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. കാരണം വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടിക്കോളും. അപ്പം നമ്മുടെ 2 കപ്പ് അരിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1.5 കപ്പ് ഏത്തപ്പഴം 1.5 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല കട്ടിയിലാണ് അരച്ചെടുത്തത്. പക്ഷെ നമ്മൾ അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ലൂസ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ശർക്കരപ്പാനി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക. പഴവും കൂടെ ചേർക്കുക. ഇനി അതിനകത്തേക്ക് നമുക്ക് വേറെ കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്. ഞാൻ അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്തു, 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്തു, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്തു. എന്നിട്ട് നമ്മൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത്. ഇങ്ങനെ കട്ടിക്കല്ല അത് വേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ലൂസാക്കി എടുക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാനായിട്ട് മറക്കണ്ട. പിന്നെ എപ്പോഴും ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിട്ട് ഒരു 5-8 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് വന്നത് കേട്ടോ. നല്ല സോഫ്റ്റും അതുപോലെ തന്നെ പുറം നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അതൊരു 5-6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാക്കുമ്പോഴാണ് എനിക്ക് അങ്ങനെ വന്നത്. കാരണം ആദ്യം, അതായത് ഉടനെ തന്നെ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ നമ്മളുടെ മാവ് ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വളരെ നൈസാക്കി ലൂസാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിനി അതിനകത്തേക്ക് വേണ്ട തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുന്നുണ്ട്. വളരെ കുറച്ച് നെയ്യിൽ നമ്മൾ തേങ്ങാക്കൊത്ത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് വറുത്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എള്ള് ചേർക്കുന്നുണ്ട്. അപ്പോൾ എള്ള് ഒന്ന് ചൂടായി വന്നാൽ മതിയാവും. ഒരുപാട് അങ്ങനെ വറുത്ത് കരിഞ്ഞു പോകരുത് എള്ള്. പക്ഷെ തേങ്ങാക്കൊത്ത് ഇതുപോലെ നല്ല ബ്രൗൺ കളറിലായിട്ട് വരണം കേട്ടോ. എങ്കിലാണ് അതിനകത്ത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വറുത്ത തേങ്ങാക്കൊത്ത് നമ്മളുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ തീ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഈ എള്ളിട്ടത്. എള്ളൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്കത് ഓഫ് ചെയ്തിട്ട് നമുക്കതും കൂടി നമ്മളുടെ മാവിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ മാവെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് ഉണ്ണിയപ്പം ചൂടാൻ തുടങ്ങാം. ഞാൻ അളവുകൾ ഒന്നോടെ പറയാം. 2 കപ്പ് ഇഡ്ഡലി അരിയാണ് കേട്ടോ ഞാൻ എടുത്തത്. 2 കപ്പ് ഇഡ്ഡലി അരിക്ക് 1.5 ഏത്തപ്പഴം എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 250 മുതൽ 300 ഗ്രാം വരെ ശർക്കര നമുക്ക് ചേർക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ നമ്മളുടെ എള്ളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ചേർക്കുന്നത്. കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി അവസാനം ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന വേറെ കുറച്ച് സാധനങ്ങൾ 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ ശകലം ഉപ്പ്, പിന്നെ ഏലക്കാപ്പൊടി.
അപ്പം ഇത്രയും സാധനങ്ങൾ, പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ലൂസാക്കി എടുത്തു. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് വരിക. ഇതെനിക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി നമ്മൾ മമ്മിയൊക്കെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. എനിക്കിത് നാട്ടിൽ പോകുമ്പോൾ ഒരു ഇരുമ്പിൻ്റെ വാങ്ങിക്കൊണ്ട് വരണം എന്നുണ്ട്. ഇത് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയുടെ കൂടെ തന്നെ കിട്ടുന്ന ഒരു കോലാണ്. അത് ചിലപ്പോൾ മറയ്ക്കാനായിട്ട് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത്. പക്ഷേ നമ്മളുടെ സാധാരണ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ നമ്മളുടെ പുട്ടൊക്കെ കുത്തുന്ന സാധനമോ അങ്ങനെ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നമുക്കതിനെ മറിച്ചെടുക്കാം കേട്ടോ. കാരണം ഇതിങ്ങനെ ഒഴുകി നടക്കുന്ന പോലെ തോന്നുമായിരുന്നു. ഞാൻ എന്നിട്ട് അത് മാറ്റിയിട്ട് നമ്മളുടെ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാൻ പിന്നെ മറിച്ചിട്ടത്. വളരെ എളുപ്പമായിട്ട് തോന്നി എനിക്ക് അതെ ആ സ്റ്റിക്ക് വെച്ച് മറിച്ചിടുമ്പോൾ. അപ്പോൾ എന്താ പറയുക, തീ മീഡിയത്തിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഉള്ളു വെന്ത് കിട്ടണം നമുക്ക്, അതുപോലെ തന്നെ പുറം നല്ല ക്രിസ്പി ആയിട്ടും കിട്ടണം. അപ്പം എന്നിട്ട് ആയി കഴിയുമ്പോൾ നമ്മളുടെ ഉണ്ണിയപ്പം ഇതുപോലെ നമ്മുടെ കോലയിൽ കുത്തിയിട്ടും എടുക്കുക. എനിക്ക് വായിൽ വെള്ളം വരുന്നു. ഇത് കുറച്ച് ദിവസം മുന്നെയാണ് ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞു, ഞാൻ 2 തവണ ആകെ ഇത് ഉണ്ടാക്കിയിട്ടുള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ല ഉണ്ണിയപ്പമായിരുന്നു. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന പോലെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഞാൻ പണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്നാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് പിന്നീട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.